സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 8ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി പ്രൊഡ്യൂസസ് 2 ടൈപ്സ് ഓഫ് ഗാർമെൻറ്റ്സ്. ഓക്കെ, ഇവിടെ 2 തരത്തിലുള്ള ഗാർമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? എ ആൻഡ് ബി. എയും ബിയുമാണ്. ഓക്കെ, ബോത്ത് ഗാർമെൻറ്റ്സ് പാസസ് ത്രൂ 2 വർക്ക്മെൻ. 2 ഗാർമെൻറ്റ്സും പാസ് ചെയ്യുന്നത് 2 വർക്ക്മാനിലൂടെയാണ്. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് കട്ടർ, അതേപോലെ സെക്കൻഡ് ടൈലർ. ഗാർമെൻറ്റ് എ റിക്വയർസ്, ഗാർമെൻറ്റ് എക്ക് 2 hours എന്ത് റിക്വയർ ആണ്? കട്ടേഴ്സ് ടൈം ആവശ്യമാണ്. അതേപോലെ 1 hour ടൈലേഴ്സ് ടൈമും ആവശ്യമാണ്. ഗാർമെൻറ്റ്സ് ബി റിക്വയർസ് 1 hour ഓഫ് കട്ടേഴ്സ് ആൻഡ് 2 hours ഓഫ് ടൈലേഴ്സ് ടൈം. ഓക്കെ, ഇതാണ് ആവശ്യമായിട്ട് വരുന്നത്. ദി കട്ടർ ഹാസ് 104 hours. കട്ടറിന് മൊത്തം ഉള്ള എത്രയാണ്? 104 hours ആണ്. ടൈലർ ഹാസ് 76 hours ഓഫ് അവൈലബിൾ ടൈം ഈച്ച് മന്ത്. ഓക്കെ, പ്രോഫിറ്റ് ഓൺ ഗാർമെൻറ്റ് എ ഈസ് ₹60. അതേപോലെ തന്നെ ഓൺ ഗാർമെൻറ്റ് ബി ഈസ് ₹110. ഓക്കെ, ഫോർമുലേറ്റ് എ മാത്തമെറ്റിക്കൽ മോഡൽ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഫോർമുലേറ്റ് മാത്തമെറ്റിക്കൽ മോഡൽ. ഇവിടെ നമ്മൾ LPP മോഡൽ എന്താണ്, ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 പ്രൊഡക്റ്റുകളാണുള്ളത്, എയും ബിയും. ആ 2 പ്രൊഡക്റ്റുകളും 2 ജോലിക്കാരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമാവുന്ന അവേഴ്സ് ആണ് തന്നത്. അവർക്ക് ടോട്ടൽ മാക്സിമം എത്ര അവേഴ്സ് ഉണ്ട് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എയിൽ നിന്ന് 60ഉം ബിയിൽ നിന്ന് 110ഉമാണ്. അപ്പോൾ ഇവിടെ ഫോർമുലേഷൻ ഓഫ് LPPയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 രൂപത്തിലാണ് എന്ത് വരുന്നത്, LPP നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്നുകിൽ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. ഇപ്പോൾ പ്രോഫിറ്റ് അതേപോലെ സെയിൽസ് ഒക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, മാക്സിമൈസ് എന്നുള്ളതാണ്. ഇനി കോസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് അതെന്തായിരിക്കും, മിനിമൈസേഷൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് ഒക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടേബിൾ വൈസ് ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, എ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റും 2 പ്രൊഡക്റ്റും കട്ടറും ടൈലറിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കട്ടർ 2 hours അതേപോലെ തന്നെ ടൈലർ 1 hours ആണ് ആവശ്യമായിട്ട് വരുന്നത്. ടൈലറിൻ്റെ 1 hours. ഇനി ബി എന്നതിനോ 1 hours കട്ട് ടൈമും ടൈലറിൻ്റെ 2 hours ആണ് വരുന്നത്. മാക്സിമം ടൈം അവൈലബിൾ ഫോർ കട്ടർ എത്രയാണ്? 104 ആണ്. ഇനി ടൈലർക്കോ മാക്സിമം ടൈം വരുന്നത് 76 ആണ്. അതേപോലെ പ്രോഫിറ്റ് ഫ്രം എ എന്ന് പറയുന്നത് 60 ആണ്. പ്രോഫിറ്റ് ഫ്രം ബി എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടേബിൾ ബേസ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇത്തരത്തിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ LPP ഇക്വേഷൻ വരുന്നത് എന്താണ്, ഒന്ന് വരുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് മാക്സിമൈസ് ഇന്നത് Z എന്തുണ്ടാവും, AX1 + AX2 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്നും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ വരിക. പിന്നെ ലാസ്റ്റ് എന്ത് വരും, X1 X2 എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ വരും. ഇതാണ് നമ്മൾ നോർമലി LPP ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പ്രോഫിറ്റ് ആണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. അപ്പോൾ മാക്സിമൈസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമൈസ് Z എങ്ങനെ വരും, മാക്സിമൈസ് Z 60 ആണ് എയുടെ വരുന്നത്. അപ്പോൾ 60x1 + 110x2 എന്ന് വരും. ഓക്കെ, അതായത് ഇവിടെ X1 X2 എന്ന് പറയുന്ന 2 വേരിയബിൾ ആണ്. ഇനി സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്താണ്, ഇവിടെ ഒന്നാമത്തെ പറയുന്നത് X1ൻ്റെ എത്രയാണ്, 2x1. ഓക്കെ, കട്ടറിന് ആവശ്യമായിരുന്നു, ഇതാണ് നമ്മളെ കൺസ്ട്രെയിൻസിൽ വരുന്നത്. 2x1 + 1x2 <= എത്രയാണ്, 104 ആണ്. അതായത് മാക്സിമം ടൈം എന്ന് പറയുന്നത് 104 ആണ്. അതിൽ മേലോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അതിൽ കുറവ്, അല്ലെങ്കിൽ 104 hours എന്നുള്ളതാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് എന്താണ്, രണ്ടാമത്തെ വരുന്നത് 1 ആണ്. അപ്പോൾ 1x1. ഓക്കെ, അപ്പോൾ 1x1 + 2x2 എന്ത് വരും, 2x2 <= 76 എന്ന് കിട്ടും. ഓക്കെ, ഇത് നോർമലി നമ്മൾ X1, X2 > എന്തായിരിക്കും,
0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 60x1 പ്ലസ് 110x2 ദെൻ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്താണ്? 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104, x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76, ദെൻ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 x2 എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആകില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്